നിർമ്മല വിജ്ഞാൻ പുരസ്കാരം ലോക പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനും വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടറുമായ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർക്ക് 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അദ്ദേഹത്തിന് സമ്മാനിച്ചു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങുകൾക്കൊപ്പം ശാസ്ത്ര പ്രദർശനവും ഒരുക്കിയിരുന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പ്രമുഖ കലാലയങ്ങളിലൊന്നായ മൂവാറ്റുപുഴ നിർമ്മല കോളേജാണ് രാഷ്ട്ര നിർമ്മാണത്തിൽ നിസ്തുല സംഭാവനകൾ നൽകിയ വ്യക്തികളെ നിർമ്മല വിജ്ഞാൻ പുരസ്കാരം നൽകി ആദരിക്കുന്നത്. കോതമംഗലം രൂപതയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മികച്ച ഓട്ടോണമസ് കലാലയമാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ്. പ്രഥമ നിർമ്മല വിജ്ഞാൻ പുരസ്കാരം ലോകപ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനും വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടറുമായ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ഏറ്റുവാങ്ങി. ഭാരതത്തിന്റെ അഭിമാന നേട്ടങ്ങളായ ചന്ദ്രയാൻ, മംഗൾയാൻ പദ്ധതികളിൽ നിർണായക സ്ഥാനം വഹിച്ച നിലവിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർക്ക് ഈ വർഷത്തെ നിർമ്മല വിജ്ഞാൻ പുരസ്കാരം സമ്മാനിക്കുന്ന ചടങ്ങുകൾ കോളേജ് ഡയമണ്ട് ജൂബിലി ഓഡിറ്റോറിയത്തിലായിരുന്നു സംഘടിപ്പിച്ചത്. വീഡിയോസ് ഇപ്പോഴും നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ടാർഗറ്റ് ചെയ്തതിൽ നിന്നും വിതിൻ സെന്റിമീറ്റേഴ്സ് മാത്രമേ ഡീവിയേഷൻ വന്നുള്ളൂ. വളരെ കൃത്യമായിട്ട് സെൻട്രൽ ലൈനിൽ കൊണ്ട് നമുക്ക് ആളില്ലാതെ ഫുള്ളി ഓട്ടോണമസ് ലാൻഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ വളരെ അഭിമാനം നമുക്ക് എല്ലാവർക്കും നൽകുന്ന ഒരു നേട്ടമാണ്. അത് VSSC മാത്രമല്ല, ഈ നമ്മളൊരു നേട്ടം പറയുമ്പോൾ ISRO മാത്രമല്ല, ഇന്ത്യയിലെ ഇൻഡസ്ട്രീസ് ഉണ്ട്, അക്കാഡമി ഉണ്ട്, പല പല അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളുണ്ട്. അതുപോലെയായിരുന്നു SSLV എന്ന് പറയുന്ന ചെറിയ സാറ്റലൈറ്റിൻ്റെ ഡിമാൻഡ് ഇപ്പോൾ വളരെ കൂടുതലാണ്. ചെറിയ സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്യണമെങ്കിൽ ചെറിയ വെഹിക്കിളാണ് നല്ലത്. അതും നമുക്കറിയാം, പ്രൊപ്പൽഷൻ എന്ന് പറയുന്നതിൽ സോളിഡ് പ്രൊപ്പൽഷനാണ് ഏറ്റവും എളുപ്പം. നമ്മൾ ദീപാവലി റോക്കറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന, കത്തിച്ചു വിട്ടാൽ വളരെ എളുപ്പമാണ്. സ്റ്റോറേജ്, അത് റിലയബിലിറ്റി കൂടുതലാണ്. കാരണം അത് വളരെ പെട്ടെന്ന് അതിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ലിക്വിഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ടർബൈൻസ് ഉണ്ട്, പമ്പുണ്ട്, വാൽസ് ഉണ്ട്. ഇതെല്ലാം കൂടെ വർക്ക് ചെയ്താൽ ഇത് സക്സസ് ആവുള്ളൂ. തന്നെയല്ല അത് സമയമെടുക്കും അത് ഫില്ല് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഓൾ സോളിഡ് ആയിട്ടുള്ള ഒരു SSLV അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഫ്ലൈറ്റും കഴിഞ്ഞ വർഷം നമ്മൾ ഭംഗിയായിട്ട് നിർവഹിച്ചു. പിന്നെയുള്ളത് എല്ലാ റോക്കറ്റിലും ഉണ്ട് ഫ്യൂവലും ഓക്സിഡൈസറും. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് കത്തിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു അടുപ്പിലെ സ്റ്റൗ കത്തിക്കുമ്പം ഗ്യാസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഗ്യാസ് വന്നിട്ട് അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ട് ചേരുമ്പോഴാണ് അതൊരു ഫ്ലെയിം ആവുന്നത്. പക്ഷേ നമ്മൾ സ്പേസിലേക്ക് പോകുമ്പോൾ അന്തരീക്ഷം കടന്നാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള ഫ്യൂവലും സൂക്ഷിക്കണം, ഓക്സിഡൈസറും സൂക്ഷിക്കണം. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഈ ആദ്യത്തെ ഒരു 60 കിലോമീറ്ററോളം അറ്റ്മോസ്ഫിയർ ഉള്ള സമയത്ത് എന്തുകൊണ്ട് നമുക്ക് അന്തരീക്ഷത്തിലെ ഓക്സിജൻ എടുത്തുകൂടാ? അതിനുശേഷം നമുക്ക് ഓക്സിജനും ഫ്യൂവലും കൊണ്ടുപോകാം. അങ്ങനെയാണ് എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ. അതായത് ഫ്യൂവൽ നമ്മൾ കൊണ്ടുപോകും. അത് മണ്ണെണ്ണയാണ്, കെറസിൻ. മണ്ണെണ്ണ കുറച്ചുകൂടി നമ്മൾ ശുദ്ധീകരിക്കും, ഏവിയേഷൻ ഫ്യൂവൽ എന്നൊക്കെ പറയുന്ന പോലെ. എന്നിട്ട് അന്തരീക്ഷത്തിൽ അതിന് ശബ്ദം കുറവാണോ? എനിക്ക് തന്നെ കുറച്ച് ശബ്ദം കുറവാണ്. അപ്പോൾ ഈ അന്തരീക്ഷത്തിലെ ഓക്സിജനെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള എയറിനെ കഴിവതും സ്പീഡിൽ ആദ്യം പറക്കണം, നല്ല സ്പീഡിൽ കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈപ്പർസോണിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ, ഈ സോണിക് എന്ന് പറയുന്നത് ശബ്ദമായിട്ടുള്ള ഒരു കമ്പാരിസണാണ്. നമ്മൾ ഇപ്പം ഞാൻ സംസാരിക്കുന്ന ശബ്ദം നിങ്ങളിലൊക്കെ എത്തുന്നത് അത് 340, നിങ്ങൾക്കറിയാം, 340 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 340 മീറ്റർ പോകും. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ബോഡി ആ സ്പീഡിൽ പോകുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് സോണിക് കണ്ടീഷൻ അച്ചീവ് എന്ന് പറയും. അതിൻ്റെ താഴെയുള്ള സ്പീഡിൽ പോകുമ്പോൾ സബ്സോണിക്. മിക്കവാറും നമ്മുടെ എയർക്രാഫ്റ്റ്സ്, വണ്ടികളൊക്കെ പോകുന്നത് സബ്സോണിക്കാണ്. അതുപോലെ അതിനപ്പുറം പോകുന്നത് സൂപ്പർ സോണിക്. അതുകൊണ്ട് ഒരു 5 ടൈംസ് സ്പീഡ് ഓഫ് സൗണ്ട് ഒക്കെ നമ്മൾ സൂപ്പർ സോണിക് പറയും. 5 ടൈംസിനൊക്കെ കൂടുതലാണെങ്കിൽ ഹൈപ്പർ സോണിക് എന്ന് പറയും. അപ്പോൾ ഈ റോക്കറ്റുകളൊക്കെ സബ്സോണിക് ആയിട്ട് തുടങ്ങി ട്രാൻസോണിക്, അതായത് സബ്സോണിക്കിൽ നിന്ന് സൂപ്പർ സോണിക്കിലേക്ക് കടക്കുന്ന ആ ഭാഗമാണ് ട്രാൻസോണിക്. അത് ശരിക്കും പറഞ്ഞാൽ എയറോസ്പേസ് എഞ്ചിനീയേഴ്സിന് ഭയങ്കരമായി ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന സമയമാണ് ആ സമയത്ത് ഈ ബോഡിക്കകത്തുള്ള വൈബ്രേഷൻസ്, ഷോക്ക്, അതുപോലെ നോയ്സ് ലെവലൊക്കെ വളരെ വളരെ കൂടും. ആ ഫേസ് ഏതാനും സെക്കൻഡിൽ കൊണ്ട് അത് കടന്നു കഴിഞ്ഞാൽ സൂപ്പർ സോണിക്കായി. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഉണ്ണികൃഷ്ണൻ സാറിന്റെ ക്ലാസ് എനിക്ക് മുഴുവൻ കേൾക്കാൻ സാധിച്ചില്ല. പക്ഷെ കുട്ടികളുടെ ചോദ്യം, ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായത് ഒത്തിരിയേറെ കാര്യങ്ങള് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുവാൻ സാറിന് സാധിച്ചു എന്നുള്ളതാണ്. നിർമ്മല കോളേജ് ഓരോ വർഷവും ഓരോ കാലഘട്ടവും ഉയരത്തിലേക്ക് ഉയരുമ്പോൾ
അതിൻ്റെ വലിയ ഒരു അംഗീകാരമായി ഞാൻ കാണുന്നത് സാറിൻ്റെ പ്രസൻസ് ആണ് ഇവിടെ. ഇത്രയും വലിയൊരു വ്യക്തി ഇവിടെ വരുവാനായിട്ടും നമ്മോട് അദ്ദേഹത്തിൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും പങ്കുവയ്ക്കുവാനായിട്ട് മനസ്സ് കാണിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ജനിച്ച് വളർന്ന് കോതമംഗലത്ത് MA കോളേജിൽ പഠിച്ചു. അങ്ങനെ നമ്മുടെ ഈ സാഹചര്യത്തിൽ വളർന്നു വന്ന വ്യക്തിയാണ്. കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരും ഇതുപോലെ ഈ സ്റ്റേജിലേക്ക് വരാനുള്ളവരാണ് ഞാൻ കരുതുന്നത്. ഈ കുട്ടികള് ഇവരുടെ ചോദ്യം കേട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നിങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ ശ്രമിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഗൈഡ് ചെയ്യുന്ന ടീച്ചേഴ്സ്, പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ അത് നമുക്ക് അജ്ഞാതമാണ് എന്ന് പറഞ്ഞാലും സാവകാശം നമുക്കത് വെളിപ്പെടുത്തി കിട്ടുന്നുണ്ട്. കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലക്കണ്ടത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ആമുഖ പ്രഭാഷണം നടത്തി. കോളേജ് ഒരു നക്ഷത്രത്തിൽ നിന്ന് ചന്ദ്രനിലേക്ക് യാത്രയായ ദിവസമാണ് ഇന്ന്. 2024 3000 കുട്ടികളെ, സ്റ്റാഫിനെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയൊരു നക്ഷത്രം ഇവിടെ പ്രതിഷ്ഠിച്ച് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിക്കുകയുണ്ടായി. ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ പേരുടെ സ്വപ്നങ്ങൾ ആവഹിച്ചെടുത്ത് ചന്ദ്രനിൽ കാലുകുത്തിയ ചന്ദ്രനിൽ ഇറങ്ങിയ ചന്ദ്രായന്റെ ഓർമ്മയില് അതിൽ മുഖ്യ ശില്പിയായ ഉണ്ണികൃഷ്ണൻ സാറിനെ ആദരിച്ചുകൊണ്ട് ആ ചന്ദ്രനിലേക്ക് ഇന്ത്യക്കാരുടെ മുഴുവൻ സ്വപ്നങ്ങളും മുഴുവൻ പ്രതീക്ഷകളും എത്തിക്കുന്ന ദിവസമാണ്. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർന്ന ആകാശത്തിൽ മുട്ടി നിൽക്കുന്നത് ഇങ്ങനെ നേട്ടങ്ങൾ നേടുമ്പോഴാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു 80 വർഷം മുന്നം ഇങ്ങനെയൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റില്ലാതിരുന്ന നാടാണ്. ഇന്ത്യയുടെ ഒരു വാഹനം, ഒരു സ്പേസ് ക്രാഫ്റ്റ് ചന്ദ്രനിലെത്തുമെന്ന് അത് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. ഇന്ത്യ ശാസ്ത്രജ്ഞന്മാർക്ക് ഇത്രയും കെൽപ്പുണ്ട്, ശേഷിയുണ്ട് എന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന കൊളോണിയൽ യജമാനന്മാർ ധരിച്ചിരുന്ന പോലുമില്ല. അവർക്ക് അവരുടേതായ ഇംഗിതങ്ങൾ മാത്രം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു കോളനിയായി സൂക്ഷിച്ചിരുന്ന വിഭവങ്ങൾ മുഴുവൻ ചൂഷണം ചെയ്ത് അവസാനം ഇന്ത്യ വിട്ടു പോകുമ്പോൾ ദാരിദ്ര്യത്തിൽ കൂപ്പുകുത്തിയ ഒരു നാട്ടിലാണ് നമ്മളേറെ പേര് ജനിച്ചത്. പുരസ്കാര തുക ഐക്യറിന് സഹായമായി നൽകുമെന്ന് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ വ്യക്തമാക്കി. കോസ്മോസ് 2025 ശാസ്ത്ര പ്രദർശനത്തിന്റെ ഭാഗമായിരുന്ന ചന്ദ്രയാൻ പേടകം പുനരാവിഷ്കാരത്തിന്റെ ശില്പികളായ ഫിസിക്സ് വിഭാഗം മേധാവി പ്രൊഫസർ ടിറ്റു തോമസ്, അധ്യാപകനായ അജിത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അവാർഡ് ദാന ചടങ്ങിനോടനുബന്ധിച്ച് മുഖ്യപ്രഭാഷണം നടത്തിയ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ശാസ്ത്ര കൗതുകമുള്ള 100 കണക്കിന് സ്കൂൾ കുട്ടികളുമായി സംവദിച്ചു. My question is, what excites you most about the SpaceX mission, and how do you see BSSC's role evolving as India adopts new technologies like those demonstrated in the mission? Which can do have regards to basic recognition, which can recognize the US beats in the season, which can do some activities where the government will do for the ground, like with the detail camera, you will do the remote AKC camera, and do some operation. So these robots are going to be to play complementary knowledge of research. See, like a very bad, we will close to say Mars or Moon or something. ചോദ്യങ്ങൾക്ക് മറുപടിയുമായി അദ്ദേഹം ഏറെ നേരം സ്കൂൾ വിദ്യാർത്ഥികളുമായി ചെലവഴിച്ചു. വരും വർഷങ്ങളിലും നിർമ്മല വിജ്ഞാൻ പുരസ്കാരം നൽകി വിജ്ഞാന ലോകത്തിനായി ജീവിതം സമർപ്പിച്ചവരെ ആദരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. 2025 പുതുവർഷത്തില് നിർമ്മല കോളേജ് മുന്നോട്ട് വെച്ച വലിയ ഒരു കാര്യമായിരുന്നു നിർമ്മല വിജ്ഞാൻ പുരസ്കാരം എന്നുള്ളത്. അപ്പോൾ രാജ്യത്തെ സംഭാവനകൾ നൽകിയ നല്ല വ്യക്തികളെ ആദരിക്കുക എന്നതായിരുന്നു പ്രധാനമായിട്ടും. പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് താല്പര്യം കുറയുന്നോ എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികളുടെ സയൻസ് ആഭിമുഖ്യം വർദ്ധിപ്പിക്കുക എന്ന കാര്യത്തെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. അപ്പോൾ അതിന്റെ ഫലമായി നിർമ്മല കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നു ചേർന്ന് ചന്ദ്രയാൻ 3 എന്ന മഹത്തായ ഇന്ത്യയുടെ വിജയം ആഘോഷിക്കുകയും അതിന്റെ ഒരു മാതൃക, ആക്ച്വൽ മാതൃക കോളേജ് നിർമ്മിക്കുകയാണ് ചെയ്തത്.
അപ്പോൾ അത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ വന്ന് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം വരാനിടയായ സംഭവം ഈ വർഷത്തെ കോളേജ് ഓട്ടോണമസ് ആയ ഈ സന്ദർഭത്തിൽ നിർമ്മല വിജ്ഞാൻ പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിക്കുക കൂടി ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായി അദ്ദേഹം ക്യാമ്പസിൽ വരികയും വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും അതോടൊപ്പം തന്നെ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒന്നു ചേർന്നുണ്ടാക്കിയ ചന്ദ്രയാൻ 3 അതിന്റെ ലോഞ്ചിങ്ങും അദ്ദേഹം നിർവഹിച്ചു. ഇത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഭാവി തലമുറയിൽ ശാസ്ത്രജ്ഞാന കൗതുകം വളർത്തുന്നതിനുള്ള വ്യത്യസ്ത പരിപാടികളും സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.